Hi friends, Assalamualaikum. Welcome back to my channel THAHI'S. ഇന്ന് ഞാനിവിടെ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ലൊരു എഗ്ലെസ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഏതൊരു ഐസിങ്ങിനും ബേസായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സ്പോഞ്ച് കേക്കാണിത്. ഞാൻ മുമ്പ് കോട്ടൺ സ്പോഞ്ച് കേക്ക് ചെയ്തപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു എഗ്ലെസ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ റെസിപ്പി ഇട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനങ്ങനെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു കപ്പ് മൈദ, പിന്നെ ഒരു 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ് ഇവയൊക്കെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അരിച്ചെടുക്കുന്നൊന്നുമില്ല, ഇങ്ങനത്തെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് ഒരു അരക്കപ്പ് പാല്, 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ, 1 ടീസ്പൂൺ വാനില എസൻസ് ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് നല്ലൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഒട്ടും തന്നെ കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇത് ബേക്ക് ചെയ്തല്ല ഇവിടെ ഉണ്ടാക്കുന്നത്, സ്റ്റീം ചെയ്താണ്. ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിങ്ങനെ നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി ഇതൊരു പീസ് ഫോയിലെടുത്ത് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്ത് ഇതിൽ കുറച്ച് ഹോൾസ് ഇട്ട് വെക്കണം. സ്റ്റീം ചെയ്യുന്നത് കൊണ്ട് തന്നെ കേക്കിലേക്ക് വെള്ളം കൂടുതലായിട്ട് ആവിയായിട്ട് വീഴാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു സ്ക്വയർ വെച്ച് ഇവിടെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. ഇനി ഇതൊരു സ്റ്റീമറിൽ വെച്ച് ഒരു 45 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് റെഡിയാകും. ഒരു 45 മിനിറ്റ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. കേക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം പുറത്തേക്ക് എടുക്കാം. അങ്ങനെ നമ്മളെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എഗ്ലെസ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ കേക്കിന് നിങ്ങൾക്ക് ഏത് തരം ഐസിങ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ബട്ടർ ഐസിങ്ങോ, വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള ഐസിങ്ങോ, ചീസ് ഫ്രോസ്റ്റിങ്ങോ എന്ത് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് കണ്ടില്ലേ, അതിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഏകദേശം ഒരു ഷിഫോൺ കേക്കിൻ്റെയൊക്കെ ടെക്സ്ചറിൽ വരുന്നൊരു കേക്ക് തന്നെയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി കൂടുതൽ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.